അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വിനീത് കുമാർ ദിലീപിനെ നായകനാക്കി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് പവി കെയർടേക്കർ എന്ന് പറയുന്നത്. ദിലീപ് തന്നെയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെയുള്ളൊരു പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തിലോട്ട് എത്തുമ്പോഴാണ് സിനിമ കുറച്ചും കൂടി നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുകയും നമ്മൾ സിനിമയിലോട്ട് ഇന്നാവുകയും ചെയ്യുന്നത്. ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അവസാനം എത്തുമ്പോഴാണ് സിനിമ കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇത്ര നേരം കണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മറന്ന് നല്ല ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയിട്ട് സിനിമ അവസാനിച്ചപ്പോൾ സിനിമ കുഴപ്പമില്ലാത്തൊരു സിനിമ, ഒരു ആവറേജ് സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടുണ്ടായിരുന്നത്. സോ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പവിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം, അഥവാ പവിത്രൻ. ദിലീപാണ് ആ റോള് ചെയ്യുന്നത്. സോ ഒരു ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി ആയിട്ടും കെയർ ടേക്കറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരൊറ്റ ബുദ്ധിക്കാരനാണ്, എല്ലാവരോടും വളരെ കർക്കശമായിട്ട് പെരുമാറുന്ന ഒരാളാണ്. പക്ഷേ ആൾ വളരെ ഒരു ശുദ്ധനാണ്. അങ്ങനെ ഇരിക്കെ തൻ്റെ ജീവിതത്തിലോട്ടൊരു സ്ത്രീ കടന്നു വരുന്നു. അതൊരു സുഹൃത്തായിട്ടായിരിക്കാം, പ്രണയിനിയുമായിട്ടായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സിനിമയെ സ്പോയിൽ ചെയ്യാണ്ട് ജസ്റ്റ് പ്ലോട്ട് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിലും ദിലീപിൻ്റെ ഹിറ്റ് സിനിമയായിട്ടുള്ള മറ്റൊരു സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നുള്ള കൂടിയും ഞാൻ പറയട്ടെ. കാരണം എനിക്കത് അതുപോലെ തന്നെയാണല്ലോ ഇത് എന്നുള്ള രീതിയിൽ ചില സമയത്തെങ്കിലും എനിക്കിങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഇനി പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ നല്ലൊരു പ്രകടനം തന്നെ സിനിമയിൽ കാണാനായിട്ട് സാധിച്ചു. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള തങ്കമണി എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ബാൻഡർ എന്ന് പറഞ്ഞ സിനിമയേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് ദിലീപിന് കുറച്ചും കൂടി സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ദിലീപാണ് ഇതിലത്തെ കോർ എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ദിലീപിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ റോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കെയർ ടേക്കർ എന്ന് പറയുന്ന ആ റോളിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ആൻഡ് ഓൾസോ ദിലീപിൻ്റെ ടിപ്പിക്കലായിട്ട് വരുന്ന ക്ലീഷ മാനറിസങ്ങൾ, എക്സ്പ്രഷൻസ്, പിന്നെ ചുമരുമ പോയിട്ട് ഇടിക്കുക, പിന്നെ കുറച്ച് അധികം ഓവറാക്കി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എനിക്കത് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ബട്ട് അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലുണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഞാൻ പറയട്ടെ. അവരത് ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഫസ്റ്റ് ഷോ 12 മണിയുടെ ഷോ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫാമിലി ഓഡിയൻസിന് അത്തരം കോമഡികളും കാര്യങ്ങളൊക്കെ ഒരുപാട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ കോമഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ ഭാഗത്തുനിന്നുള്ള അധികം കോമഡികളൊന്നും തന്നെ എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. വിരലെണ്ണാവുന്ന 2-3 കോമഡികൾ മാത്രമാണ് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഇൻക്ലൂഡിങ് ജോണി ആൻ്റണിയുടെ കോമഡി, അതുപോലെ തന്നെ ദിലീപിൻ്റെ കൂടെ ഒരു പ്ലംബറായിട്ട് വരുന്നൊരു ആളും കൂടി ഉണ്ട്. പുള്ളിക്കാരൻ്റെ കുറച്ച് കോമഡീസാണ് കുറച്ചും കൂടി ഒക്കെ വർക്ക് ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഒരുപാട് പുതുമുഖ നടികൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. എന്തിനാണ് ഇതിന് മാത്രം നടികൾ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. പക്ഷേ സിനിമ കാണുമ്പോൾ അത് ഏതാന്നുള്ള ഉത്തരമൊക്കെ വ്യക്തമായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ രാധിക ശരത് കുമാർ നല്ലൊരു വേഷം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടയർഡ് SI ഓഫീസറിൻ്റെ വേഷമാണ് ചെയ്തത്. അതും നല്ല രീതിയിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഒരു ബ്രോ എന്ന് പറയുന്ന ഒരു ഡോഗ്, അതും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് മുമ്പ് വരുന്ന ബ്രോ ഡോഗുമായിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ കാര്യങ്ങൾ, കുറച്ച് വിഷമിപ്പിക്കുന്ന, കണ്ണു നനയിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കണക്റ്റ്, അപ്പോഴാണ് സിനിമ കുറച്ചുകൂടി നമുക്കൊന്ന് കണക്റ്റ് ആവുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും വിനീത് കുമാർ എന്ന് പറയുന്ന ഡയറക്ടറേയും കൂടിയും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണം. കാരണം ഈ ഒരു സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും തന്നെ വലിയ പുതുമകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സമ്മാനിക്കാനില്ല. മുമ്പ് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്കൊരു ഫ്രഷ്നെസ് തീർച്ചയായിട്ടും സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയണം. അത് നല്ല രീതിയിൽ മേക്കിങ്ങിൽ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നല്ല ഒരു DOPയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്കും കൂടി ഉണ്ടായിരുന്നു. DOP ചെയ്തിട്ടുണ്ടായിരുന്നത് സനു താഹിറും, മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത് മിഥുൻ മുകുന്ദനായിരുന്നു. സിനിമയുടെ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സിനിമ അങ്ങ് ലിഫ്റ്റപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ അത് രണ്ടും വലിയൊരു പങ്കുവഹിച്ചു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കളർ ഗ്രേഡിങ് ഈ ഒരു സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രഷ്നെസ് നല്ല രീതിയിലുണ്ടായിരുന്നത്. പിന്നെ ഒറ്റൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതും നല്ല രസകരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല ഒരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയുടെ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ തുടക്കം തൊട്ട് ഇൻ്റർവെൽ വരെയുള്ള ആ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇമ്പ്രസീവ് ആയിട്ടുള്ളത് ഒന്നും തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. സിനിമ അങ്ങനെ പോകുന്നു, ഈ സിനിമ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടാണ് സിനിമയുടെ ഒരു ഇൻ്റർവെൽ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ആവാമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടറെ ഒക്കെ ബ്രേക്ക് ചെയ്തത് എനിക്ക് യൂഷ്വലായിട്ട് വരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് പോയതൊക്കെ എനിക്ക് കൊള്ളാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും സിനിമയുടെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ക്ലൈമാക്സിനോട് എത്തുന്ന സമയത്താണ് സിനിമ കുറച്ചും കൂടി നമുക്ക് ഇന്നാവുന്ന രീതിയിലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സിനിമയിൽ ദിലീപാണ് ഇതിൻ്റെ മേജർ കോറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ ഫുള്ള് പോകുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് വലിയ കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ അത്തരത്തിലാണ് പോകുന്നത് കൊണ്ട് തന്നെ
സിനിമ കുറച്ച് സ്ലോ പേസ് ആയിട്ടും അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് ഇമ്പ്രസ് ചെയ്യാത്ത തരത്തിലുമാണ് സിനിമ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടുവരുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എൻ്റർടൈനർ ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.